പറഞ്ഞോ. കൂടുതൽ സൗണ്ടിലൊന്നും എടുക്കാൻ പറയാൻ വയ്യ. മോർണിംഗ് നമ്മൾ എണീറ്റു സെക്കൻഡ് ഡേ വിസിറ്റിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മോർണിംഗ് വ്യൂ കാണിച്ചു തരാം ഗൈസ്. അടിപൊളി വ്യൂ ആണ്. നൈറ്റൊക്കെ നമ്മൾ ഇവിടുന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ബെഡ്റൂമിൽ നിന്നേ നല്ല സീനായിരുന്നേ. നല്ല അടിപൊളി മൂണൊക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ചന്ദ്രനെ കണ്ട സീനുകളൊക്കെ നമ്മൾ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആവല്ലേ ഇപ്പൊക്കെ, ഭയങ്കര ഡ്രൈ ആണ്. എത്ര ലിബം വാരി തേച്ചിട്ടൊന്നും കാര്യമല്ല. ഉറങ്ങാൻ ഇന്നലെ ഉറങ്ങാൻ പറ്റായില്ല. പക്ഷെ നമുക്ക് അറിയും ഒരു തണുപ്പ് നമ്മളെ കാലിലോട്ടൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നത് നമുക്ക് അറിയാൻ പറ്റും. വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ടൈം ഇപ്പം 7 മണിയായി. സണ്ണ് ഏത് ഭാഗത്താണെന്ന് പോലും മനസ്സിലാവണില്ല. മൂണ് പോയിട്ടുമില്ല. സണ്ണിൻ്റെ ഒന്നും ഒരു ഇതുപോലുമില്ല, ഷെയ്ഡ് പോലും ഇവിടെ കാണാനില്ല. വരുമോ എന്തോ, ഒന്നാ മതിയായിരുന്നു. മൂണെൻ്റെ ബാക്കിലുണ്ട് കണ്ട. അയ്യോ, ഇതൊക്കെ പുതപ്പിന്നായതാണത്. ഭയങ്കര തണുപ്പാണ്. കയ്യൊക്കെ കണ്ട് ഫ്രീസായി, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ മുറിവായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല, എവിടെയാണ് മുറിഞ്ഞതെന്ന് പോലും മനസ്സിലാവണില്ല. അങ്ങനെ തണുപ്പ്. ഇതിന് തൊടാൻ വയ്യ. ഗൈസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ പൊട്ടത്തി സെക്കൻഡ് ഡേ നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്യാബ്. ആൻഡ് നമ്മളൊക്കെ ഇതിൽ കാണേണ്ടതായിരുന്നു, പക്ഷെ ഇതിൽ കാണുന്നില്ല. ഇന്ന് നമ്മൾ പോകുന്നത് ആക്ച്വലി സോലങ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിലോട്ടൊക്കെയാണ്. ഇവിടുത്തെ വ്യൂ കണ്ട, അവിടെ പോയിട്ട് മഞ്ഞൊക്കെ കണ്ട്, മഞ്ഞ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ആക്ച്വലി മഞ്ഞ് ഇപ്പം സോലങ് വാലിയിൽ ഇതുവരെ ഇല്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷെ ഞങ്ങൾ മഞ്ഞ് കണ്ടിട്ടേ വരൂ. ഇതാണ് അട്ടൽ ടണൽ. ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇനി നമ്മൾ എത്തുന്ന വ്യൂ അടിപൊളി ആവണമെന്നാണ് വിചാരിക്കുന്നത്. ആവുമായിരിക്കില്ലേ ഗൈസ്? യെസ് ഗൈസ്. സ്കിഡായി പോകുന്നുണ്ട്. എടി വാടി, ആരും ഇവിടെ വാ. ഗൗതം എവിടെ കാണാനില്ല ഇല്ലേ? അയ്യോ, ഞാൻ ഇന്റെ തന്നെ ഇട്ടോ. അയ്യേ, തല നിറച്ച് സ്നോ. എന്താ പറ? നമുക്ക് ചൂട് എത്രയും സഹിക്കാം, പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ല. കൈയില്ല കാലുമില്ല, ഇപ്പൊ ഒന്നുമില്ല. നമസ്കാരം. അയ്യോ,
സ്നോ വേണം എന്ന് പറഞ്ഞത് ഡ്രൈവർക്ക് കൊടുക്കാത്ത സ്വൈര്യത്തിനെ പറ്റി ഞങ്ങൾക്ക് തന്ന ക്യാബിന്റെ ഡ്രൈവർ എടുത്ത് ഞങ്ങള് ഇതൊന്നും പോരാ, ഞങ്ങൾക്ക് വി നീഡ് മോർ സ്നോ എന്ന് പറഞ്ഞത് ഇത്രയും സ്നോ കാണിച്ചിട്ട് എന്റെ മനുഷ്യന്റെ കയ്യും കാലും വേറെയാണ് ഇപ്പൊ. കാലൊക്കെ ഉണ്ടോന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ ഡ്രൈവറെ പ്രാക്കാവും ചിരിച്ച് വയ്യ. അയ്യോ വയ്യ പറഞ്ഞോ. ഇതിന്റെ ഉള്ളിനകത്ത് ഫുള്ള് സ്നോ ആണെന്ന് തോന്നുന്നുണ്ട്. മെൽറ്റായി കിടന്നിട്ട് നല്ല തണുപ്പ്, കാല് മരവിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ, കാലില്ല. അയ്യോ എക്സ്ട്രീം ലെവൽ തണുപ്പ് ഇവിടെ. ലോ ബാറ്ററി കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇതാ ഈ മലയിലോട്ടൊന്നും ഇതിനെ കൊണ്ടുവരരുത് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. കേറാൻ പറ്റില്ല, തണുപ്പാണ്, കുട്ടീനെ കയറ്റണ്ട, കുട്ടീനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ. കറക്റ്റാ പകുതി കേറിയപ്പോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് താഴെ നിക്കുക. കേറാനും വയ്യ, എന്നാ ഇറങ്ങാനും വയ്യ. അങ്ങനെ ഇന്നലെ നൈറ്റേ സൗണ്ടും പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? സൗണ്ടൊന്നുമില്ല. ഭയങ്കര കോൾഡ്, എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറഞ്ഞ ഇത്രയും വിചാരിച്ചില്ല. എന്നാൽ ആക്ച്വലി ഇപ്രാവശ്യം ഇവിടെ സ്നോ കുറവാണ്. അത്ര ഏറ്റവും കുറവ് സ്നോ ആണ് ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി. എന്നിട്ട് ഇത് പറ്റണില്ല. അതില് കോമഡി എന്തല്ല, ആ ഡ്രൈവർ എടുത്ത് ഭയ്യ മോർ സ്നോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഏറ്റവും സ്നോ ഉള്ള മൗണ്ടനിൽ കൊടുന്നാക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കയ്യെവിടെയുടെ എന്റെ ഒരു കാലെവിടെയുടെ ആ സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. ഒന്നും അറിയുന്നില്ല, ഒന്നും.